നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്തിന് ഗണേഷ് കുമാറിനെ ഇയാൾ സംരക്ഷിച്ചു പലരും ചോദിക്കുന്നൊരു ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. അയാൾ അന്ന് പിണറായി വിജയന് ചെയ്തു കൊടുത്ത ആ പണി കൊണ്ടാണ് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അതെ അതെ. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങിയത്. അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ഗണേഷ് കുമാറിനെ വിട്ട് കളിക്കാൻ പറ്റില്ല. നമസ്കാരം. 2 ദിവസം മുൻപ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൻ്റെ രണ്ടാം ഭാര്യയായ ബിന്ദു മേനോൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് ഗണേഷ് കുമാർ ഒന്നോ അതിലധികം സ്ത്രീകളുമായോ ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു ദൃശ്യം കാണാനിടയായി. അവരുടെ മാന്യത കൊണ്ട് അവർ ആ ഒരു വാക്ക് ഉപയോഗിച്ചില്ല. പക്ഷേ അതിനുശേഷം ഗണേഷിൻ്റെ രാജി ഉണ്ടാകുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു സംശയം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറഞ്ഞ് മൂന്നാം തുടർ ഭരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന പിണറായി വിജയന് ഇപ്പോൾ പറയുന്നത് അതവരുടെ കുടുംബ പ്രശ്നമാണ്, രാജിവെക്കേണ്ട കാര്യമില്ല എന്നാണ്. എന്താണ് ഇതേക്കുറിച്ച് താങ്കൾക്ക് പറയാനുള്ളത്? അതായത് സുമേഷ് പറഞ്ഞ ചില കാര്യങ്ങൾ ഞാനൊന്നുകൂടി ആവർത്തിക്കുകയാണ്. ഗണേഷ് കുമാർ തൻ്റെ വീട്ടിൽ വെച്ച് പട്ടാപ്പകല് 1 or 2 സ്ത്രീകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്ത പൊതുജനങ്ങളോട് പങ്കുവയ്ക്കുന്നത് അയാളുടെ ശത്രുക്കളോ കോൺഗ്രസ്സുകാരോ ബി ജെ പിക്കാരോ ഒന്നുമില്ല. അയാളുടെ കൂടെ 2014 മുതൽ ജീവിക്കുന്ന അയാളുടെ ഭാര്യ ബിന്ദു മേനോൻ, അവരാണ് നമ്മളോട് ഈ വിവരങ്ങൾ. അവർ പറഞ്ഞ് ഞാൻ അവിചാരിതമായി ചെന്നു, ഈ കാണാൻ പാടാത്ത അതിഭീകരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ഞാൻ കണ്ടതെന്ന് അവർ പറഞ്ഞു. കാണാൻ പാടില്ലാത്തതാണോ കണ്ടെന്ന് ചോദിച്ചാൽ അങ്ങേ അറ്റം കാണാൻ പാടില്ലാത്ത വിവരമാണ് ഞാൻ അവിടെ വെച്ച് കണ്ടത്. അവിടെ വെച്ച് കണ്ടു, ഞാനത് ചിത്രീകരിച്ചു. ഞാനത് ചിത്രീകരിച്ചപ്പോഴത്തേക്കും അത് തടയാൻ നോക്കി, എന്നെ അസോൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, എന്നെ മുറി പൂട്ടിയിട്ടു. ഞാൻ 112 വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പോലീസ് അവിടെ വന്നു. പോലീസ് അതിനകത്ത് ഇടപെട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു 4 or 5 ക്രിമിനൽ ആക്ടിവിറ്റി അവിടെ നടന്നു എന്ന് പൊതുമണ്ഡലത്തിലോടും എന്നോടും സുമേഷിനോടും ഒക്കെ പറഞ്ഞത് അയാളുടെ ഭാര്യയാണ്. വെച്ചാൽ ക്രൈം ആകാവുന്ന ഒരു 5-6 കാര്യങ്ങൾ അവിടെ നടന്നു അതെ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ്. മനസ്സിലായി. അവര് വിശദമായിട്ടാണ് അവർ പിന്നെ ഏഷ്യാനെറ്റ് ചാനലിൽ ആ വിവരം പറഞ്ഞത്. അവരെ പീഡിപ്പിച്ചത്, അവരെ ഒറ്റപ്പെടുത്താൻ നോക്കിയത്, അവരുടെ ഫോൺ സംഭാഷണം ചോർത്തിയത്, അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്തത്. അവരൊരു ഘട്ടത്തിൽ അവർ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞത് ഒരു സ്ത്രീയെയും ഒരു കുട്ടിയെയും അവിടുന്ന് കാറിൽ നിന്ന് മാറ്റി എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ ആ ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോയി. കാരണം കുട്ടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളത് പുറത്ത് വരരുത് എന്നുള്ള സ്ഥാനത്ത് അവർ പോയി. മനസ്സിലായി. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അവിടെ നാട്ടുകാരും പറഞ്ഞതെന്ന് വെച്ചാൽ 2 പേരുണ്ടായിരുന്നു. അതിലൊരു സ്ത്രീയും അവരുടെ മകളുമായിരുന്നു. മകള് പ്രായപൂർത്തിയാവാത്തവരായിരുന്നു എന്നുള്ള സംഭാഷണം ഉൾപ്പെടെ. അപ്പോൾ ആ നിലയിൽ ക്രിമിനൽ എലമെൻ്റുള്ള ഒരു 4-5 കാര്യമെങ്കിലും ഒരു മന്ത്രിയുടെ ഭാര്യ എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് കൂടുതൽ സ്ഥാനമുണ്ടെന്നുള്ള അർത്ഥത്തിലൊന്നുമില്ല, പക്ഷേ മന്ത്രി എപ്പോഴും മന്ത്രി തന്നെയാണ്. മന്ത്രിയുടെ ഭാര്യ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി 24 മണിക്കൂറും ആണയിടുന്ന ഒരു സർക്കാരിനോട് അവരുടെ പരിദേവനം പറഞ്ഞിട്ട് അത് മൈൻഡ് ചെയ്തു. അതെ. അപ്പം ഇതിനകത്ത് 2-3 ഘടകങ്ങളുണ്ട്. ഒന്ന്, ക്രിമിനൽ ആയിട്ടുള്ള ആക്ടിവിറ്റി അതിനകത്ത് നടന്നിട്ടുണ്ട്, ക്രൈം ആകാവുന്ന ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോലീസ് നടപടികൾ ഉണ്ടാവണം. അതൊന്ന്. 2, ഇതിനകത്തുള്ള ലീഗലായിട്ടുള്ള ഇഷ്യൂസ് കിടപ്പുണ്ട്. അതോടൊപ്പം അതിനേക്കാൾ കൂടുതലോ ആയിട്ടുള്ളൊരു വിഷയം എന്താണ്, എത്തിക്കൽ ഇഷ്യൂ ആണ്, ധാർമ്മികമായിട്ടുള്ള ഇഷ്യൂ ആണ്. മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ക്രൈമോ അല്ലെങ്കിൽ ലീഗൽ ഇഷ്യൂസോ പ്രധാനപ്പെട്ടതല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം എത്തിക്കലായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇടതുപക്ഷമാണ് അധികാരത്തിലിരിക്കുന്നത്. അല്ല, അത് ഈ ഇടതുപക്ഷം അധികാരത്തിലിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ മൊറാലിറ്റിക്ക് പ്രസക്തി ഉണ്ടോ ഇപ്പോൾ ഈ ഒരു സാഹചര്യം? അല്ലല്ല, ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് തിയറി പ്രാക്ടീസ് അല്ല. ഒരു ഇടതുപക്ഷം ഇരിക്കുമ്പോൾ ആ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ വിഷയം, ഒരു സ്ത്രീപീഡന വിഷയമായി ഉണ്ടായാൽ അതിലേറ്റവും പ്രധാനം അതിൻ്റെ ധാർമ്മിക വശമാണ്. അതാണ് അതിൻ്റെ തിയറി. പ്രയോഗമല്ല. പ്രയോഗം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ എന്താ, 1.5 മാസം കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി ഈ സർക്കാർ ഉപയോഗിക്കുന്നത് സ്ത്രീ സുരക്ഷയാണ്. അതെ. ഇപ്പോൾ ദിലീപിൻ്റെ കേസ്, ഇതുപോലുള്ള പല കേസുകളിലും അതിജീവിതകൾക്കൊപ്പം ഇയാൾ ചായ കുടിച്ചപ്പോഴത്തേക്ക് അതിലെന്തോ ഒരു എഴുതി വെക്കുകയൊക്കെ ചെയ്ത സാധനം, 10 വർഷത്തെ സ്ത്രീ സുരക്ഷ, അവളോടൊപ്പം
രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നടപടി എടുത്തത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സ്ത്രീ സുരക്ഷയുടെ അപ്പോസ്തലന്മാരായി നിൽക്കുമ്പോഴാണ് ഒരു മന്ത്രി അയാളുടെ വീട്ടിൽ നട്ടുച്ചയ്ക്ക് ലൈംഗിക പീഡനം നടത്തിയെന്ന് അയാളുടെ ഭാര്യ നമ്മളോട് പറയുന്നത്. അവർ പറയുന്നത് ഐ ഹാവ് ഓൾ ദി എവിഡൻസസ്, ഐ ഹാവ് ഫോട്ടോസ് വിത്ത് മീ. അതെ എന്നവരോട് പറയും. അവർ നമ്മളോട് തന്നെ നമ്മളോട് എന്ത് പറയുന്നു? മുഖ്യമന്ത്രിയുടെ മകളോട് ഞാൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയോട് പറയുന്നതിനേക്കാൾ പ്രധാനമാണ് മുഖ്യമന്ത്രിയുടെ മകളോട് പറയാം. ഒരു സ്ത്രീയാണ്, പക്ഷെ അവർക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരുടെ അല്ല, നമുക്ക് അതിലേക്ക് വരണം, അതിലേക്ക് വിശദമായിട്ട് വരണം. അവരോട് ശനിയാഴ്ച തന്നെ വിളിച്ചു പറഞ്ഞു, 112 വിളിച്ചു പറഞ്ഞതിന് രേഖയുണ്ട്. ഇതുപോലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ 112 വിളിച്ചു പറയേണ്ടത്. ആ 112 പിണറായിയുടെ കീഴിലാണ്, പോലീസാണ്. അപ്പോൾ ഈ അനീതി മുഴുവൻ ഉണ്ടായ സാഹചര്യത്തിൽ ഒരു ഇടതുപക്ഷം ഭരിക്കുമ്പോൾ അവർക്ക് ധാർമ്മികമായിട്ടുള്ള വിഷയങ്ങളാണ് പ്രധാനം എന്നിരിക്കെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുദ്രാവാക്യമായി ഉയർത്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഭരണഘടനാ തലവനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിലെന്ത് നിലപാടെടുക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുക. അതെ, ഗണേശൻ എന്താ പറഞ്ഞത്? ഗണേശൻ പറഞ്ഞത് ഒരു കുടുംബ പ്രശ്നമാണ്, അത് ഞങ്ങൾ തീർത്തു പറഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ഭാര്യമായ അയാൾ അല്ല, അത് കുടുംബ പ്രശ്നം എന്ന് പറഞ്ഞതിന് തള്ളിക്കളയാൻ കഴിയും. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഗണേശന്റെ വാദം. ഗണേശൻ അത് തീർത്തു, അത് തലേദിവസം തന്നെ തീർത്തു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞതുപോലെ ഈ പിണറായി വിജയന്റെ നിലപാടുകൾ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളോട് പുറത്തു വന്നു. കാരണം 2013 നമ്മൾ പറഞ്ഞതുപോലെ ഇതേ സംഭവം തന്നെ അന്ന് ഉണ്ടായതാണ്. ഒറ്റ വ്യത്യാസം മാത്രം, ബിന്ദുമേനോന്റെ സ്ഥാനത്ത് യാമിനി തങ്കച്ചി. ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? അന്ന് പ്രതിപക്ഷത്തിരുന്ന് ആൾ ഇന്ന് മുഖ്യമന്ത്രി. അന്ന് ഗണേശന്റെ വിഷയത്തിൽ ഗണേശനെ അടിമുടി എതിർത്ത അതേ ആൾ തന്നെ ഇന്ന് ഉമ്മൻചാണ്ടിയുടെ അതേ സ്ഥാനത്ത് ഇരിക്കുന്നു. അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ മീഡിയയിൽ വന്നു. അല്ല, ഉളുപ്പില്ലാത്തതുകൊണ്ട് ആ പ്രശ്നം ഒതുക്കുന്നില്ല. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അതെ, ആ വാചകങ്ങളെല്ലാം വന്നു. അപ്പോൾ വ്യത്യാസം ഈ യാമിനി തങ്കച്ചി മാറി, ബിന്ദുമേനോൻ വന്നു. വിഷയങ്ങൾ ഒന്ന് തന്നെയാണ്. പിന്നെ അത് കക്ഷി മാറി. അന്ന് പിണറായി വിജയൻ പ്രതിപക്ഷ സ്ഥാനത്തായിരുന്നു മേൽമുഖ്യം. അപ്പോൾ സ്വാഭാവികമായി എല്ലാവരും ഉറ്റുനോക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധാർമ്മിക വിഷയമാണെന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കാരണം ഒരു മന്ത്രി അയാളുടെ വീട്ടിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. ഒന്ന്. രണ്ട്, അയാൾ നിഷേധിച്ചിട്ടില്ല. അതെ, അയാൾ നിഷേധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അയാൾ പരോക്ഷമായി തന്നെ ആയിരിക്കുകയാണ്. എനിക്ക് 5000 പ്രണയമുണ്ട്, എനിക്ക് 5000 സ്ത്രീകളുമായിട്ടാകാം എന്ന് ഒരു മന്ത്രി വന്നിട്ട് പറയുക. 3 ദിവസം മുമ്പ് മകളെടുത്തും പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്താണ് പിണറായി ഇതിനകത്ത് എടുക്കാൻ പോകുന്ന നിലപാട് എന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, ഭരണഘടനാ തലവൻ എന്നുള്ള നിലയിൽ പിണറായി വിജയനാണ്. ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത്, അത് ഇവർ ചെയ്യുമെന്നുള്ള കാരണം ഇവർ ഇടതുപക്ഷം അല്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്തുള്ള ധാർമ്മിക വിഷയമാണ്. മാറി നിൽക്കൂ, കടക്ക് പുറത്ത് എന്നായിരുന്നു ഗണേശനോട്. അല്ലല്ല, ഞാൻ അതിലേക്ക് വരാം. അത് ഞാൻ വന്നോളാം, സുമേഷ് വരണ്ടെന്നുള്ളതുകൊണ്ട്. ശരി, കടക്ക് പുറത്ത് എന്ന് ഗണേഷ് കുമാറിനോട് പറയുമെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചത്. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇയാളുടെ ഗ്രാഫ് എന്തുമാത്രം ഉയരുമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ കയ്യിൽ നിന്നൊരു ആയുധം നഷ്ടപ്പെടുകയും ചെയ്യും. നമ്മൾ വിചാരിച്ചിരുന്നത് എന്താണ്? നമ്മൾ വിചാരിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് 1.5 മാസത്തിൽ നടക്കാൻ പോകുന്നു. സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആരോപണമായിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രി വന്നിട്ട് ഇയാളിത് കുടുംബ പ്രശ്നമാണെന്നൊക്കെയാണ് പറയുന്നത്, എനിക്ക് വേണം അങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു, പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, ഞാൻ അയാളോട് മാറി നിൽക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അങ്ങനെ പറയുമെന്നാണ് കുറേ ആളുകൾ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇപ്പം സംഭവിച്ചിരിക്കുന്നത് അയാളുടെ രാജി വേണ്ട എന്ന് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അല്ല, ഇതേ കാര്യം ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, പിണറായി വിജയൻ പറയുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇത് അവരുടെ കുടുംബ പ്രശ്നമാണ്, അതുകൊണ്ട് രാജിവെക്കേണ്ടതില്ല എന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് സ്വകാര്യമായിട്ട്. അല്ല, അത് തന്നെയാണ്. അപ്പം അത് വേണ്ട എന്ന് വന്നിരിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഇനി ഈ വിഷയം അങ്ങ് മാറുകയാണ്. ഇനി ഈ വിഷയത്തിൽ ഗണേഷ് കുമാർ ഇല്ല, പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. ഇനി ഒരൊറ്റയാളേ ഉള്ളൂ, ഒരു പ്രതി, അത് പിണറായി വിജയനാണ്. നമ്മൾ ഈ ഗണേഷ് കുമാറിനെ നമ്മളൊന്ന് പുറകോട്ട് നോക്കിയാൽ 2013 ഉണ്ടായത് എന്താ? യാമിനി തങ്കച്ചി പറയുന്നത് ഇപ്പോൾ മീഡിയ വന്നിട്ടുണ്ട്. അവർ പറയുന്നു ഒരു ദിവസം 6 മണിക്ക് ഈ ബിജു രാധാകൃഷ്ണൻ ഔദ്യോഗിക വസതിയിൽ ഗണേശനെ കാണാൻ ചെല്ലുന്നു. അപ്പോൾ ഗണേഷ് കുമാർ അവിടെ ഇല്ല. അപ്പോൾ ഇയാളുടെ ഭാര്യ യാമിനി തങ്കച്ചി ഉണ്ടായിരുന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരാ പടഞ്ഞിട്ട് തിരിച്ചു പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗണേഷ് കുമാർ വരുന്നു.
അപ്പോൾ ഗണേഷ് കുമാറിനോട് നിങ്ങൾ എൻ്റെ ഭാര്യയുമായി സോളാർ പരാതിക്കാരിയുമായി അവിടെ പോയില്ലേ, ആ ദിവസം ഇവിടെ പോയില്ലേ, ആ പോയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാൾ മറുപടി ഔട്ട്റൈറ്റ് ആയിട്ട് അയാളെ നിഷേധിക്കുന്നു. അയാളോട് ഞങ്ങളുടെ സംഭവമില്ലെന്ന്. അപ്പോൾ ഉടനെ ബിജു രാധാകൃഷ്ണൻ പോയതെന്ന്, പോയതെവിടെ, പോയത് ഏത് കാറിൽ, പോയത് ഏത് ഫ്ലൈറ്റ്, ഏത് ഫ്ലാറ്റിൽ, എപ്പോൾ പോയി, എപ്പോൾ വന്നു, ഇതെല്ലാം അങ്ങോട്ട് പറയുന്നു. പറഞ്ഞിട്ട് അയാൾ ചോദിക്കുന്നു, വളരെ പ്രസക്തമാണ്. അയാൾ ചോദിക്കുന്നു, ഇനി കിടപ്പ് മുറിയിൽ എന്താ ഉണ്ടായെന്ന് ഞാൻ പറയണോ എന്ന് ഈ മന്ത്രിയോട് ചോദിക്കുന്നു. അന്ന് അയാൾ UDFൻ്റെ മന്ത്രി. അയാൾ എന്ത് ചെയ്യുന്നു, ഈ ഭാര്യ പറയണം, അയാൾ എന്ത് ചെയ്യുന്നു, നേരെ കാലയിലോട്ടങ്ങ് വീഴുന്നു. മാപ്പോ എന്നുള്ള ഒരു മന്ത്രി നേരെ കാലയിലോട്ടങ്ങ് വീഴുന്നു. ഇന്നലെയും ശനിയാഴ്ച സംഭവം ഉണ്ടായി. പക്ഷേ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു. അതെ. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ അയാൾ ഭാര്യയെ തന്നെ വിളിച്ചല്ലോ, ഭാര്യയുടെ അനിയത്തിയൊക്കെ തലേ ദിവസം വിളിച്ചല്ലോ. അപ്പോൾ കാലയിൽ അങ്ങ് വീഴുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ ഭാര്യ കൂടെ നിൽക്കുക. യാമിനി തങ്കച്ചി അവിടെ നിൽക്കുകയാണ്. അവരാകപ്പെടെ തകർന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ പോയി, ബിജു രാധാകൃഷ്ണൻ പോയി. അതിൻ്റെ ഇടയിൽ ഇടി ഒക്കെ നടന്നതായിട്ടൊക്കെ ഇവർ മുകളിലേക്ക് പോകുന്നു. ഇവർ മനസ്സ് തകർന്ന് കുറച്ച് കഴിഞ്ഞ് താഴോട്ട് വരുന്നു. താഴോട്ട് വന്ന് മുറിയിലോട്ട് കയറുന്നു. മുറിയിലോട്ട് കയറുമ്പോഴത്തേക്ക് ഈ മന്ത്രി, അന്നും മന്ത്രിയാണെന്ന് നോക്കണം, അയാൾ പോയി മുറിയുടെ കുറ്റിയിടുന്നു. കുറ്റിയിട്ടിട്ട് വന്നിട്ട് അതിഭീകരമായി ഇവരെ മർദ്ദിക്കുന്നു. കഴുത്തിലൊക്കെ പിടിച്ച് ഞെക്കിയപ്പോഴത്തേക്ക് കൊല്ലുമെന്നവർ പേടിച്ചു പോയി. അവരെ കിടന്ന് ഒച്ചയിൽ നിലവിളിച്ച് കരയുന്നു. അതിനെ തുടർന്നിട്ടാണ് ഇവർ പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനമാണ് ഇപ്പോഴും നമ്മൾ മീഡിയയിൽ പിന്നെ ദൃശ്യമാധ്യമങ്ങളിൽ കാണുന്നത്. അതിനോടുള്ള ഇയാളുടെ പ്രതികരണം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അയാൾ എന്ത് ചെയ്യുന്നറിയോ? അയാൾ ഭാര്യ തന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അവസാനം തെളിഞ്ഞെന്താണ്, ഈ വൃത്തികെട്ടവൻ അവൻ്റെ മുഖത്തിനിട്ട് തന്നെ അടിച്ച് മുഖത്ത് പരിക്കുണ്ടാക്കിയതാണ് എന്നാണ് പിന്നീട് തെളിഞ്ഞത്. മന്ത്രിയെക്കുറിച്ചാണ് നമ്മളീ പറയുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു ഇതെത്രത്തോളം ഈ ഇടതുപക്ഷം തകർന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താ സുമേഷേ? അന്ന് ആ വിഷയത്തിൽ അതിരൂക്ഷമായി ഇയാളെ എതിർത്ത് നിന്ന അതേ ആളുകൾ തന്നെ അയാളെ പിന്നീട് മന്ത്രിയാക്കുന്നു. ആ മന്ത്രിയായിരുന്ന അയാൾ അതേ കുറ്റം തന്നെ ചെയ്യുന്നു. അതേ കുറ്റം തന്നെ ചെയ്യുമ്പോൾ 2013 എതിർത്ത അതേ ആളുകൾ, അതേ മനുഷ്യൻ തന്നെ വന്ന് അന്ന് എന്തിനാണോ എതിർത്തത് ആ കുറ്റം അയാൾ ഇപ്പം ചെയ്തപ്പം അയാളെ ന്യായീകരിക്കുന്നു. നമ്മുടെ ഈ രാഷ്ട്രീയം ശരി തന്നെയാണ്. രാഷ്ട്രീയ നേതാക്കൾ ഇതിന് മുമ്പുണ്ടോ, ഇപ്പോഴും ഉണ്ട്. പക്ഷേ ഒരു മനുഷ്യനും പിണറായി വിജയനെ പോലെ അല്ല. കാരണം ഇത്രയും ദൃശ്യങ്ങളടക്കം പ്രചരിക്കുകയാണ്. അദ്ദേഹം ഒരു 13 വർഷം മുമ്പ് പറഞ്ഞ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ്. അപ്പോഴെങ്കിലും ഗണേഷിനെ മാറ്റി നിർത്താം. പക്ഷെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് എന്തിന് ഗണേഷ് കുമാറിനെ ഇയാൾ സംരക്ഷിച്ചു പലരും ചോദിക്കുന്നൊരു ചോദ്യം. അതിന് കൃത്യമായിട്ടുള്ള മറുപടിയുണ്ട്. കാരണം ഇതേ കുറ്റം ചെയ്തയാൾ മരുമകനായി പിണറായി വിജയന്റെ വീട്ടിലുണ്ട്. അതും പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അതായത് കഴുത്തിന് കുത്തിപ്പിടിച്ച് ഭിത്തിയിലോട്ട് ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ഇങ്ങനെ പൊക്കിട്ട് മുട്ടുകാലുകൊണ്ട് ഇടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് വാർത്ത വന്നത്. മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായും ഗണേഷ് കുമാറിനെ മാറ്റി നിർത്തിയാൽ ഗണേഷ് കുമാർ നാളെ ചോദിക്കുകയാണ്, അല്ല നിങ്ങളുടെ മരുമകനും ഇതേ കുറ്റം തന്നെയല്ലേ ചെയ്തത്, ആ മരുമകനെ നിങ്ങൾ മന്ത്രിസ്ഥാനത്ത് നിലനിർത്തിയിരിക്കുകയാണല്ലോ, എന്നിട്ട് അതേ കുറ്റം എന്നിൽ ആരോപിച്ചുകൊണ്ട് എന്നെ നിങ്ങൾ പുറത്താക്കുകയാണല്ലോ. അല്ല, പക്ഷേ അതിൽ എനിക്കൊരു വിരുദ്ധാഭിപ്രായമുള്ളതെന്ന് വെച്ചാൽ അത് അവർ ലീഗലി ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ വിവാഹം നടക്കുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാൻ കാണുന്നത് 2016 പിണറായി വിജയൻ അധികാരത്തിലേറാൻ അന്ന് സോളാർ വിഷയത്തിലും ആ പരാതിക്കാരിയെ കൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെയും കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ഒക്കെ ലൈംഗിക പീഡന പരാതി കൊടുത്തതിൽ ഗണേശന് വലിയ പങ്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഗണേശൻ വെളിപ്പെടുത്തുമെന്നുള്ളൊരു ഭയം. അല്ല അതും നിർണായകമാണ്. പക്ഷെ മറ്റേത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം മറ്റതിനകത്ത് എന്ത് നിയമപ്രശ്നം പറഞ്ഞാലും ഗാർഹിക പീഡനമായിരുന്നു, ആ പീഡനം നടന്നു എന്നുള്ളത് ആ സ്ത്രീ തന്നെ വന്നാണ് പുറത്ത് പറഞ്ഞത്. എന്നെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് എനിക്കിട്ട് ഇടിച്ചു എന്നുള്ളത്. അതിനകത്ത് ലീഗലായിട്ടുള്ള സാധനങ്ങളെല്ലാം നടന്നൊക്കെ ശരിയാണെങ്കിൽ പോലും ഗണേശ് നാളെ തിരിച്ച് ചോദിക്കുകയാണ്, ഇങ്ങനൊരു സംഭവം നടന്നല്ലോ. അപ്പോൾ മുഹമ്മദ് റിയാസ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, അത് മരുമകനായതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ഇരട്ട നീതി എന്നോട് എന്നുള്ളത് ഒന്ന്. രണ്ട്, സുമേഷ് പറഞ്ഞത് നിർണായകമാണ്. കാരണം അയാൾ അന്ന് പിണറായി വിജയന് ചെയ്തു കൊടുത്ത ആ പണി കൊണ്ടാണ് 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായത്. അതെ അതെ, അയാളാണ് 4 പേജ് എഴുതി ചേർത്തത്. ആ 4 പേജ് വെച്ചിട്ടാണ് അന്ന് പ്രചരണം മുഴുവൻ നടന്നത്. അത് മാത്രമല്ല, ഈ സോളാർ പരാതിക്കാരി പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞിരുന്നു CPM 10 കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നു എന്നുള്ള കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തി. ഒന്നത്. രണ്ട്, അത് ഗൂഢാലോചനയായിരുന്നു പറഞ്ഞൊരു ഒരു കേസ് കൊട്ടാരക്കര കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അവിടെ ഇയാളുടെ ഗൂഢാലോചനയാണെന്നുള്ള നിലയിലുള്ള മൊഴികൾ ഒന്നിലധികം കിട്ടിക്കഴിഞ്ഞു. സുധീർ മലയിൽ എന്നുള്ള വ്യക്തിയൊക്കെ വന്നിട്ട് ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് ഫെനി ബാലകൃഷ്ണൻ വന്ന് ഇയാൾക്കെതിരായിട്ട് മൊഴി കൊടുത്തിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ്
ഈ വിഷയത്തിൽ അയാളുടെ മന്ത്രിസ്ഥാനം പോയി കഴിഞ്ഞാൽ അയാൾ വെളിപ്പെടുത്തൽ നടത്തുന്നുള്ള ഉറപ്പല്ലേ? അതെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അയാൾ മന്ത്രിസ്ഥാനം പോയപ്പോഴാണ് ഈ പണി ചെയ്തത്. അതെ. അപ്പം അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന് ഗണേഷ് കുമാറിനെ വിട്ട് കളിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ പിണറായി വിജയന്റെ മുഖം എങ്ങനെയായിരിക്കും? കാരണം CPM അണികൾ ഉൾപ്പെടെ ചോദിക്കുന്ന ഒരു ചോദ്യം. നമ്മൾ അതിലേക്കാ വരാൻ പോകും. ഗണേഷ് കുമാറിനെ തിറകിനടിച്ച് സംരക്ഷിക്കുന്നതിന് രണ്ട് കാരണം നമ്മളിപ്പോൾ ഇവിടെ ചർച്ച. ഇനിയിപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ മുമ്പിൽ ഒരൊറ്റ പ്രതിയാവും പിണറായി വിജയൻ. ഇനി നമ്മുടെ ചോദ്യങ്ങൾ മുഴുവൻ പിണറായി വിജയനോടാണ്. പിണറായി വിജയനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താ? പിണറായി വിജയനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, അയാളുടെ മന്ത്രിസഭയിൽ ഇരുന്നൊരു മന്ത്രി ഉച്ചയ്ക്ക് അയാളുടെ വീട്ടിലിട്ട് ഒന്നിലധികം സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം അയാളുടെ ഭാര്യ പുറത്തു പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും മറ്റ് തെളിവുകളും അവരുടെ കയ്യിലുണ്ടെന്ന് അവർ പറഞ്ഞു. അവരെ ഗണേഷ് കുമാറിൻ്റെ സ്റ്റാഫ് കയ്യേറ്റം ചെയ്തു എന്നവർ പറഞ്ഞു. പോലീസ് 112 അവർ വിളിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. അതെ. ഈ 112 പ്രത്യേകതയാണ് ഞാനിന്നലെ മനസ്സിലാക്കിയത്. 112 വിളിച്ചു കഴിഞ്ഞാൽ 112 നിങ്ങൾ വിളിച്ചു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തപ്പെടും. അതാണ് 112 പ്രത്യേകത. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അത് രേഖപ്പെടുത്തപ്പെടില്ല. ഈ 112 ഇതിനു വേണ്ടിയുള്ള ടോൾ ഫ്രീ നമ്പർ ആയിട്ട് രേഖപ്പെടുത്തും. അവിടെ അവർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് പരാതി ഉണ്ടെന്നുള്ളത് ശരിയാണ്. അവരെ കയ്യേറ്റം ചെയ്തു എന്നുള്ളത് ശരിയാണ്. നിയമവിരുദ്ധമായി ഇയാൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. അവരുടെ കയ്യിൽ അതിൻ്റെ തെളിവുണ്ട് എന്നുള്ളത് ശരിയാണ്. ഇത്രയധികം തെളിവുണ്ടായിട്ടും അയാളെ സ്ത്രീ സുരക്ഷയുടെ പേരിൽ ആണയിടുന്നൊരു സർക്കാർ മന്ത്രിയായി നിലനിർത്തി എന്ന് പറയുമ്പോഴത്തേക്കും പ്രതി വേറെ ആരുമല്ല, പിണറായി വിജയൻ മാത്രമാണ്. അതെ. അതായത് സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി വാദിക്കുന്ന പിണറായി വിജയൻ സ്ത്രീ പീഡകരുടെ ഒരു അപ്പോസ്തലനായി മാറി, സ്ത്രീ പീഡകരുടെ ഏറ്റവും വലിയൊരു സംരക്ഷകനായി മാറി എന്നുള്ളതാണ്. അല്ല, ഇവിടെ മറ്റൊരു വിഷയം കൂടിയുണ്ട്. അതായത് ഇത് വെറും ഒരു ആരോപണമല്ല. അത് മാത്രമല്ല, ഇത് പുറമേ നിന്നുള്ള ഒരാളോ എതിർ രാഷ്ട്രീയ ചേരിയിൽ നിന്നുള്ള ഒരാളോ അല്ല ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. സ്വന്തം ഭാര്യ തന്നെയാണ്. അതോടൊപ്പം തന്നെ ഗണേഷ് കുമാർ പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഗണേഷ് കുമാറിന്റെ ഇന്നലത്തെ വിശദീകരണത്തിൽ LDFന് അതൃപ്തിയുണ്ടെന്നൊക്കെയാണ്. പക്ഷേ ഗണേഷ് കുമാർ അവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ അവർക്ക് വട്ടുള്ള ആർക്കും 112 വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. മാനലയിൽ പോലും പ്രകോപിപ്പിച്ചു. അപ്പം ഗണേഷ് കുമാറിനെ സംരക്ഷിക്കാൻ CPM തീരുമാനിച്ചു കഴിഞ്ഞ സാഹചര്യത്തിൽ നമുക്ക് ഗണേഷ് കുമാറിനോട് രാഹുൽ മാങ്കൂട്ടത്തിനോട് എടുത്ത സമീപനത്തെക്കുറിച്ചിട്ട് നമുക്കിനി വിശദമായി ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയണം. ചർച്ച ചെയ്തേ പറ്റും. അതാണ് ഞാൻ ഇന്നലത്തെ ചർച്ചയിലും പറഞ്ഞതാണ്. നിയമം KM ഷാജഹാനും സുമേഷ് മാർക്കോപോളയ്ക്കും ഷാജൻ തറയ്ക്കും TP നന്ദകുമാറിനും KB ഗണേഷ് കുമാറിനും എല്ലാം ഒരുപോലെ ആയിരിക്കണം. അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത് പറയുന്നത്. അതാണ് ആകെയുള്ള ഒരു പരിഗണന മന്ത്രിയാണ്, പൊതുപ്രവർത്തകനാണ്. അത് അത്തരം സാഹചര്യങ്ങളിൽ മാത്രം. അതാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയുന്നത്. നിയമത്തിന് മുന്നിൽ പണ്ഡിതനും പാമരനും അനിൽ അംബാനിയും പരമദരിദ്രനും എല്ലാവരും നിയമത്തിന് തുല്യനാണ്. ഓൾ ആർ ഈക്വൽ ബിഫോർ ലോ എന്ന് പറഞ്ഞൊരു സാധനം. അപ്പോൾ സ്വാഭാവികമായും ഗണേഷ് കുമാറിനെ സംരക്ഷിച്ച സാഹചര്യത്തിൽ നമ്മൾ രാഹുൽ മാങ്കുട്ടത്തോട് എടുത്ത സമീപനം എന്ത് എന്ന് നമ്മളൊന്ന് ചർച്ച ചെയ്തേ മതിയാവും. ഈ രാഹുൽ മാങ്കുട്ടത്തിനോട് എടുത്ത സമീപനം ഈ ഗവൺമെൻറ് പ്രചരണായുധമാക്കിയപ്പോൾ പറഞ്ഞെന്താ? സ്ത്രീ സുരക്ഷയിൽ ഞങ്ങൾക്കൊരു വിട്ടുവീഴ്ചയില്ല. സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് യാതൊരു വിട്ടുവീഴ്ചയില്ല, അതുകൊണ്ട് ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നീങ്ങിയത്. 3 പരാതികൾ വന്നു. 3 പരാതികളുടെ കാര്യങ്ങളും നമുക്കറിയാം. മൂന്നാമത്തെ പരാതിക്കാരി, അതായത് ആദ്യത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിയെ കണ്ട ഉടനെ തന്നെ മുഖ്യമന്ത്രി തുറന്ന നടപടി സ്വീകരിച്ചു. രണ്ടാമത്തെ പരാതിക്കാരി ബാംഗ്ലൂരിൽ നിന്ന് പരാതി അയച്ചപ്പോൾ ആ പരാതി ഉടനെ തന്നെ DGP എടുത്തു കൊടുത്തു. അതിലും അന്വേഷണം ആരംഭിച്ചു. മൂന്നാമത്തെ പരാതിക്കാരി വിദേശത്തു നിന്ന് കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ നിബന്ധനകളും ലംഘിച്ചുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്തു, 18 ദിവസം ജയിലിൽ. ഈ 3 വിഷയങ്ങളിലും കോടതി അയാളെ പ്രഥമ ദൃഷ്ട്യാ അയാൾക്ക് കുറ്റമുക്തനാക്കിയില്ല, പ്രഥമ ദൃഷ്ട്യാ ജാമ്യം നൽകി. അപ്പം അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയവും ഗണേഷ് കുമാറിൻ്റെ വിഷയം തമ്മിലുള്ള താരതമ്യം എന്ന് പറഞ്ഞാൽ എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ 3 വിഷയങ്ങളും ആരോപണങ്ങളുടെ തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത്. അത് ചിലപ്പോൾ വിചാരണയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി തീരുമാനിക്കപ്പെട്ടേക്കാം. പക്ഷേ
രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട 3 വിഷയങ്ങളും ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് കീഴ്ക്കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള കോടതികൾ പ്രഥമ ദൃഷ്ട്യാ അയാൾക്ക് ജാമ്യം നൽകിയത്. അതെ. അപ്പം അയാൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ പ്രഥമ ദൃഷ്ട്യാ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇവരുടെ കാര്യത്തിൽ എന്താ സ്ഥിതി? ഇവരുടെ കാര്യത്തിൽ ആരാണ് പരാതിക്കാരി? ഇവരുടെ കാര്യത്തിൽ ആരാണ് പ്രതി മന്ത്രി? പരാതിക്കാരി പ്രതിയുടെ ഭാര്യ. പ്രതിയുടെ ഭാര്യ എന്താ പറയുന്നത്? എൻ്റെ കയ്യിൽ എല്ലാ തെളിവുമുണ്ട്, എൻ്റെ കയ്യിൽ ഫോട്ടോയുണ്ട് എന്നവർ പറയുന്നു. അവർ പരസ്യമായി ഇയാളുടെ സ്റ്റാഫ് അയാളെ കൈയേറ്റം ചെയ്ത കാര്യം പറയുന്നു. അവർ പരസ്യമായി 112 വിളിച്ചപ്പോൾ പോലീസ് വന്നിട്ട് നടപടി എടുത്തില്ല എന്ന് പറഞ്ഞു. ഇതിനപ്പുറത്ത് എന്ത് തെളിവാണ് വേണ്ടത്? അപ്പോൾ എന്താണ് സ്ഥിതി? തെളിവുള്ള കേസിൽ മന്ത്രിയായിട്ടും അയാളെ സംരക്ഷിക്കുന്നു. ആരോപണം മാത്രം നിലനിൽക്കുന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിക്കുന്നു, 18 ദിവസം അനധികൃതമായി ജയിലിലിടുന്നു. ഈ ഇരട്ട നീതി ഉണ്ടല്ലോ, ഈ ഇരട്ട നീതി ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധമാണെന്നുള്ളതിൽ ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടും. അല്ല, അത് മാത്രമല്ല, അതിൽ ഏറ്റവും ഒരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേക ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഗണേഷിന്റെ കാര്യത്തിൽ അതുണ്ടായില്ല. പക്ഷേ ഇത് കേരളത്തിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ അവിടെയും ഒരു സംശയം എന്ന് വെച്ചാൽ, ഈ പ്രതിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത് മൂർച്ചയേറിയ ഒരു ആയുധമാണ് ഇപ്പോൾ അവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതായത് അമ്പും വില്ലുമൊന്നും അല്ല, അതല്ല AK-47 തോക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും ഒരു പ്രസ്താവന നടത്താൻ പോലും അവർ ഒരുപാട് വൈകി. ആ നടത്തിയ പ്രസ്താവന പോലും ചതഞ്ഞേ എന്നുള്ളതിൽ ഞാൻ പറയുന്നത്, ഞാൻ അതിനകത്ത് ചില വ്യത്യാസങ്ങൾ ഞാൻ പറയാം. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സുമേഷ് പറഞ്ഞ ഈ കാര്യം പൂർണ്ണമായും ഞാൻ അതിനോട് യോജിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പ്രാധാന്യം ഈ പ്രതിപക്ഷത്തിന് ബോധ്യമായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച ലെവലിലേക്ക് വന്നിട്ടില്ലെങ്കിൽ പോലും പ്രതിപക്ഷ നേതാക്കന്മാരെ, ഇപ്പോൾ രമേശ് ചെന്നിത്തലയാണ് ആദ്യം ഇയാളുടെ രാജി ആവശ്യപ്പെട്ടത്. അതെ. അതിന് പിന്നെ സതീശനൊക്കെ വന്നിട്ട് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ രമേശ് ചെന്നിത്തല രാജി ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെയും രമേശ് ചെന്നിത്തല അത് റീട്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നത് ആ മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷരായിട്ടുള്ള ജബി മേത്തറാണ്. അവരിന്ന് ഈ വനിതാ നേതാക്കന്മാർക്കൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇന്നിപ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് യൂത്ത് കോൺഗ്രസും KSU ഒക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഇതൊരു ആയുധമാണ് എന്നുള്ളത് അവർക്ക് ബോധ്യമായിട്ടുണ്ട്. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ വിഷയമായി. ഇത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിൽ ഇതൊരു വലിയ വിഷയമായിരിക്കും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് വസ്തുതാപരമാണ്. ഇതിനകത്തെ ആരോപണങ്ങൾ, ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ളത് ആരോപണങ്ങൾ മാത്രമായിരുന്നെങ്കിൽ ഇതിനകത്ത് ഇത് നടന്നു എന്ന് പറയുന്നത് ഇയാളുടെ ഭാര്യയാണ്. അതെ. ഒരു മന്ത്രി, ഒരു MLA പോലും, MLA-മാർക്കെതിരെ അതിനൊക്കെ ന്യായീകരിക്കാന്നല്ല, മന്ത്രി എന്ന് മാത്രമല്ല പട്ടാപ്പകൽ. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താ സുമേഷ്? അല്ല, ഇതൊരു ഹോട്ടൽ മുറിയിലോ ഒരു ഹോം സ്റ്റേയിലോ പോയി നടത്തിയ ഒരു അവിഹിതമല്ല. ഇത് മന്ത്രിയുടെ വീട്ടിൽ അവിഹിതം നടത്തുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ വന്നത് പിടികൂടുന്നു. ആ ഭാര്യയെ ശാരീരികമായി പോലും കീഴ്പ്പെടുത്തി അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങാൻ പുരുഷന്മാരായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഞാൻ വേറൊരു വശം എന്ന് പറയട്ടെ. ഇത് ചെയ്തയാൾ മന്ത്രിയാണ്. എന്താ നടന്നത്? നട്ടുച്ച സമയത്ത് അയാൾ ഒന്നിലധികം സ്ത്രീകളുമായി അയാളെ ഒരു കാരണവശാലും കാണാൻ പാടില്ലാത്ത ഒരു രീതിയിൽ കണ്ടു എന്ന് അയാളുടെ ഭാര്യ പറയുന്നു. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഇപ്പം സുമേഷ് പറഞ്ഞ നിയമവിരുദ്ധതയൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറയുന്നത് ഈ മന്ത്രിക്ക് നട്ടുച്ച സമയത്ത് പോലും ഇയാളൊരു കാമഭ്രാന്തനാണെന്നല്ല ഇത് കാണിക്കുന്നത്. അതെ. ഇയാളാണ് VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചു. അതെ. അതും കേരള സമൂഹം ഈ അവസരത്തിൽ ഓർക്കണം. കാമഭ്രാന്തൻ എന്ന് അത്രയ്ക്കും അതൊരു VS അച്യുതാനന്ദനൊക്കെ നമ്മളൊരു വികാരമാണ്. അപ്പൊ ആ മനുഷ്യനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച ഒരാളാണ് താൻ കാമഭ്രാന്തനാണെന്ന് തെളിയിച്ചിരിക്കുന്നത്. അതായത് നട്ടുച്ച സമയത്ത് പോലും അയാളിൽ ഉദ്ദീപിച്ച് നിൽക്കുന്ന വികാരം കാമമാണ് എന്നുള്ളതാണ്. അതെ. അല്ല, അത് മാത്രമല്ല, അയാളുടെ പ്രായം കൂടി പരിഗണിക്കണം. ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-60 വയസ്സെങ്കിലും അയാൾക്കാവും. അപ്പം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എപ്പോഴും ഉള്ളത് ഈ വികാരം. പിന്നെ 2 പേരുണ്ടായിരുന്നു എന്നും ഒരാൾ പ്രായപൂർത്തി അല്ലാത്ത ആളായിരുന്നു എന്നും ഉള്ള വാർത്തകൾ വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നട്ടുച്ച സമയത്ത് ഇയാളിത് ചെയ്യുമ്പോൾ ഇയാളുടെ മുറിയിൽ 2 പേർ
അതൊരു അമ്മയും മകളുമാണെന്നുള്ള ആരോപണം ഉയർന്നു നിൽക്കുന്നു. അപ്പം ആ മന്ത്രിയുടെ ഒരു മാനസിക നില, അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ട് എന്ന് പറയുന്ന ലൈംഗിക വികൃതം യഥാർത്ഥത്തിലുള്ളത് ഗണേശനാണ് ആണ്. അത് എന്താണ് അതിനകത്ത് പ്രത്യേകത? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളതെല്ലാം ആരോപണങ്ങളുടെ നിലയിൽ നിൽക്കുമ്പോൾ ഇയാൾ ഇത്തരത്തിലുള്ള കാമഭ്രാന്തനാണെന്ന് നമ്മളോട് വിളിച്ചു പറയുന്നത് ഇയാളുടെ ഭാര്യയാണ് എന്ന് മാത്രമല്ല, ഞാനത് കണ്ടിട്ട് ഞാൻ ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യകാരണ സഹിതം ഈ സ്വന്തം ഭർത്താവ് കാമഭ്രാന്തനാണെന്ന് ഭാര്യ നമ്മളോട് വിളിച്ചു പറയുന്നു. അതുപോലൊരു സെക്ഷൽ പെർവേർട്ടിനെ, ഒരു സെക്ഷൽ ക്രിമിനലിനെ തൻ്റെ മന്ത്രിസഭയിൽ ചേർത്ത് നിർത്തുന്നു പിണറായി വിജയൻ എന്ന് പറയുമ്പോൾ ആരാണ് പിണറായി വിജയൻ? പിണറായി വിജയൻ ഇത്തരം എല്ലാ കുറ്റവാളികളുടെയും സംരക്ഷകനല്ലേ? ആണല്ലോ ഈ 2 പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ട് പാർട്ടിയിൽ നിന്ന് പോയി ഒരാളെ. അതെല്ലാം ശരി തന്നെയാണ്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, അതെല്ലാം ശരി തന്നെയാണ്. അതെല്ലാം ശരി തന്നെയാണെന്ന് പറയുമ്പോഴും അതിനേക്കാളൊക്കെ വളരെ അതീവ ഗുരുതരമല്ലേ ഈ വിഷയം? ഇപ്പം 2 സ്ത്രീപീഡന കേസിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയക്കപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും ശശിക്ക് വേണേൽ പറയാം അതൊക്കെ ആരോപണങ്ങളായിരുന്നു, കോടതിയൊന്നും തെളിയിച്ചില്ല, ഇങ്ങനെയൊക്കെ വേണേൽ അയാൾക്ക് പറയണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ അയാളുടെ കാമഭ്രാന്തനാണെന്നും അതിൻ്റെ ചിത്രമുണ്ടെന്നും താനത് കണ്ടുവെന്നും താനത് കണ്ട് ഞെട്ടിപ്പോയെന്നും നമ്മളോട് അയാളുടെ ഭാര്യ തന്നെയാണ് സുഹൃത്തെ പറയുന്നത്. അതെ, അതിനപ്പുറം തെളിവ് എന്താണ് പിണറായി വിജയന് വേണ്ടത്? അങ്ങനെയുള്ള പിണറായി വിജയൻ അതുപോലൊരു കാമഭ്രാന്തനെ തൻ്റെ മന്ത്രിസഭയിൽ, ഇപ്പം അയാളുടെ മുന്നണിയിൽ മുകേഷ് അവരിവരൊക്കെ ഉണ്ട്, അതിനൊന്നും നമ്മൾ വില കുറച്ച് കാണിക്കും. പക്ഷെ അയാളുടെ മന്ത്രിസഭയിൽ മന്ത്രിയായിട്ടിരിക്കുന്ന ഗണേഷ് കുമാറിന് ഉച്ചയ്ക്ക് 2 മണിക്കും സ്ത്രീകളുടെ മേൽ കാമം തീർക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇല്ല, അവിടെ ഞാൻ ഒന്നുകൂടെ ആലോചിക്കുന്നു. കാരണം ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് ഗണേഷ് കുമാർ ആയൂരിൽ വെച്ച് ഒരു ബസ്സിനെ തടഞ്ഞു നിർത്തി ഒരു കുപ്പിവെള്ളത്തിൻ്റെ പ്രശ്നം ഉണ്ടായി. അന്ന് ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല, മന്ത്രിയായിരിക്കുമ്പോൾ പോകേണ്ട ഔദ്യോഗിക വാഹനത്തിലാണല്ലോ. അപ്പോൾ അന്നും പോയത് സ്വകാര്യ വാഹനം. അതൊന്നും മാത്രമല്ല, എറണാകുളത്തൊരു സംഭവം ഉണ്ടായി. ഇയാളുടെ വാഹനത്തിന് ഒരു സ്വകാര്യ ബസ് ഓവർടേക്ക് ചെയ്തപ്പോൾ ഇയാൾ ഇറങ്ങി അവിടെ ഷോ കാണിച്ചു. അന്നേരവും ഇയാൾ ഔദ്യോഗിക വാഹനത്തിലായിരുന്നില്ല, സ്വകാര്യ വാഹനത്തിലായിരുന്നു. അപ്പം ഇയാളിൽ എപ്പോഴും ഉദ്ദീപിച്ച് നിൽക്കുന്ന വികാരം കാമമാണ്. ഒരാളിൽ എപ്പോഴും ഉദ്ദീപിപ്പിച്ച് നിൽക്കുന്ന വികാരം കാമമാകുമ്പോഴാണ് അയാളെ കാമഭ്രാന്തൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അല്ല, അത് അയാളെ സമ്മതിച്ചിട്ടുണ്ട്. 5000 പ്രണയങ്ങൾ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഒരു പ്രണയം 5000 പ്രണയം ഉണ്ടാകുന്നത്? ഒരാളോട് പ്രണയം തോന്നാം, ആ പ്രണയം ഒരേ സമയത്ത് ഒരാളോട് മാത്രമേ പ്രണയം തോന്നുവാണ് എൻ്റെ ഒരു അനുഭവം. അത് കഴിഞ്ഞാൽ അത് ബ്രേക്കപ്പ് ആകുമ്പോൾ ചിലർക്ക് പലർക്കും മറ്റൊരു ബന്ധത്തിലേക്ക് പലരും പോയെന്ന് വരാം. ഇത് 5000 പേര്. പിന്നെ ഇയാൾ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കമല സുരയ്യയും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും. അതെ, ജവഹർലാൽ നെഹ്റുവൊക്കെയാണ്. അതായത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള കൃത്യമായി പ്രണയത്തെക്കുറിച്ച് എഴുതുന്ന ആളായിരുന്നു. അങ്ങനെയാണെങ്കിൽ മംഗളത്തിൽ എഴുതുന്ന ജോയ്സി മാത്യു മറ്റും അങ്ങനെയുള്ളവരൊക്കെ ഇതായിരിക്കുമല്ലോ. പിന്നെ മാധവിക്കുട്ടി എഴുതിയത് പ്രണയത്തെക്കുറിച്ച് തന്നെയാണ്. അവർ പ്രണയത്തിനെ കുറിച്ച് എഴുതുന്നതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? അല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്നറിയോ സുമേഷ്? ഇതിനകത്തൊക്കെ ഉള്ള വ്യത്യാസം എന്താ? അവർക്കൊക്കെ പ്രണയങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയം എന്ന് പറഞ്ഞാൽ 5000 പേരോട് ഒരിക്കലും പ്രണയം ഉണ്ടാവാൻ പറ്റില്ല. അത് കാമഭ്രാന്ത ഉണ്ടാവാൻ പറ്റില്ല. അതാണ് പരോക്ഷമായി സംബന്ധിച്ചത്. ഇതിപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിക്കോട്ടെ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാധവക്കുട്ടി ആയിക്കോട്ടെ, അവർക്കൊക്കെ 1-2 പേരോട്, ചിലപ്പോൾ 3-4 പേരോടൊക്കെ ചിലപ്പോൾ തോന്നി. 5000 പേരോട് ഉണ്ടാവുന്നത് കാമഭ്രാന്താണ്. അപ്പൊ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന എന്താണ്? ഒരു കാമഭ്രാന്തനെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ആണയിടുന്ന പിണറായി വിജയൻ തൻ്റെ ചിറകിനടിയിൽ സംരക്ഷിച്ച് നിർത്തുന്നു എന്ന് പറയുമ്പോൾ പ്രതി പിണറായി വിജയൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്? ഞാൻ പറഞ്ഞത് അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഗണേശന്റെ കരണക്കുറ്റിക്കിട്ട് അടിക്കുമായിരുന്നു. ഇന്ന് ഞാനതൊന്ന് തിരുത്തിയിട്ട് ഞാൻ പറയുന്നു, അച്യുതാനന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ പിണറായി വിജയന്റെ 2 കരണക്കുറ്റിക്കിട്ടും അടി കൊടുക്കുമായിരുന്നു. അതാണ് ഇന്ന് നമുക്ക് പറയാനുള്ള അവസ്ഥ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമായിരിക്കും. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഇടയിലും ഇത് വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമായിരിക്കും. ഇത് വലിയ പരിക്ക് ഈ LDFന് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇക്കാര്യത്തിൽ എനിക്ക് 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, ഇത് കർമ്മഫലമാണ്. ഇപ്പോഴാണ് നമ്മൾ ഈ പ്രപഞ്ച ശക്തിയിലൊക്കെ വിശ്വസിച്ച് പോകുന്നത് ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ്. 14 വർഷം മുമ്പ് നടന്ന കാര്യം അന്ന് ഈ ഗണേഷ് കുമാറിനെ എതിർത്ത അതേ വ്യക്തി ഇന്ന്
അന്ന് എതിർത്ത ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്തിരിക്കുകയും ആ കുറ്റവാളിയെ തൻ്റെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവന്ന് സംരക്ഷിക്കുകയും ചെയ്യേണ്ട അവസ്ഥയുണ്ടായിരിക്കുമ്പോൾ അതിന് കാലത്തിൻ്റെ കാവ്യനീതി എന്ന് പറയാം. അതുമാത്രമല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൽ വലിയ ഒരു പങ്ക് വഹിച്ചയാളാണ് KB ഗണേഷ് കുമാർ എന്നുള്ള കാര്യവും നമുക്കറിയാം. അതൊക്കെ ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ഗണേഷ് കുമാർ ഇപ്പോഴും അഹങ്കാരത്തോടു കൂടി പറയുന്നത് പത്തനാപുരം ഞങ്ങളോടൊപ്പം എന്നോടൊപ്പമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. എനിക്ക് പറയാനുള്ളത് പത്തനാപുരത്തെ വോട്ടർമാരോടാണ്. ദയവ് ചെയ്ത് ഈ പറയുന്ന നിങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുന്നു, വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ചയാളാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് ഒരു അഴിമതി നടത്തേണ്ട കാര്യമില്ല, ചിലപ്പോൾ നടത്തിയിട്ടുണ്ടാകാം, അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വമോ ചൂണ്ടിക്കാട്ടി ഒരിക്കലും ഒരു വോട്ട് പോലും പെട്ടിയിൽ വീഴില്ല. അതുകൊണ്ട് അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്തിയാൽ മാത്രമേ കഴിയൂ. അത് MLA ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്നു. അത് കീഴൂട്ട് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്നതോ അദ്ദേഹം സിനിമയിൽ നിന്ന് അഭിനയിച്ചുണ്ടാക്കിയതോ അല്ല. അത് ഒരു ജനപ്രതിനിധിയുടെ ചുമതലയാണ്. അതിനുവേണ്ടിയാണല്ലോ അദ്ദേഹത്തെ നിങ്ങൾ വോട്ട് ചെയ്ത് അങ്ങോട്ട് അയപ്പിച്ചത്. എന്തായാലും എനിക്ക് പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങളോട് പറയാനുള്ളത്, ഈ പെണ്ണുപിടിയനെ ഇത്രയ്ക്കും അധപ്പതിച്ച ഒരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യമാരാണ്, ഒരാളല്ല 2 പേരാണ് വർഷങ്ങളുടെ ഇടവേളയിൽ വന്ന് അയാൾ എന്താണെന്ന് പറഞ്ഞത്. 5000 പ്രണയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ 5000 അവിഹിതങ്ങളുണ്ടെന്നാണ്. അതിനും എത്രയോ ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് എനിക്ക് പത്തനാപുരത്തെ ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളാണ് ഈ മാലിന്യത്തെ, ഈ രാഷ്ട്രീയ മാലിന്യത്തെ തൂത്തെറിയേണ്ടത്. ഇയാളുടെ സ്ഥാനത്ത് മറ്റൊരാൾ വന്നാലും നിങ്ങളുടെ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളുമൊക്കെ നടക്കേണ്ട രീതിയിൽ തന്നെ നടക്കും. അല്ല എങ്കിൽ ഈ ഗണേഷ് കുമാറിൻ്റെ ഇത്തരം ഗിമ്മിക്കുകളിൽ വീണ് നിങ്ങൾ അയാളെ ജയിപ്പിച്ച് വീണ്ടും ഈ മാലിന്യത്തെ നിയമസഭയിലേക്ക് അയച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ പുച്ഛിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്താണ് എനിക്ക് ഈ പറഞ്ഞ കേട്ടപ്പോൾ എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. പത്തനാപുരത്തെ വോട്ടർമാർ, ഞാൻ പത്തനാപുരത്തെ വോട്ടർമാരെ വിമർശിക്കുകയാണ് എന്ന് വിചാരിക്കരുത്. പക്ഷേ പത്തനാപുരത്തെ വോട്ടർമാർ വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറിയിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഗതികേടിൽ നമ്മൾ എത്തിപ്പെടില്ലായിരുന്നു. അതെ, 2021 2016 ഈ കാമവെറിയനെ, ഈ കാമഭ്രാന്തനെ, ഈ നരാധമനെ, ഈ വിടനെ ഇരുത്തേണ്ടടുത്ത് പത്തനാപുരത്തുകാർ ഇരുത്തിയിരുന്നുവെങ്കിൽ അവൻ ഈ ചെറ്റത്തരം കാണിക്കില്ലായിരുന്നു. അതുകൊണ്ട് പത്തനാപുരത്തുകാർക്ക് കിട്ടിയിരിക്കുന്ന ഒരു സുവർണ അവസരമാണ്. അതെ, ഇവൻ്റെ ചന്തയ്ക്ക് അടികുടിച്ച് ഓടിക്കാനുള്ള അവസരം പത്തനാപുരത്തുകാർക്ക് കിട്ടിയിരിക്കുകയാണ്. അവരത് വളരെ വിവേചന ബുദ്ധിയോടുകൂടി ഈ സുവർണാവസരം ഉപയോഗിക്കണം എന്നാണ് എനിക്കും പത്തനാപുരത്തെ വോട്ടർമാരുടെ. ഒരു മനുഷ്യനെക്കുറിച്ചും, ഗണേഷ് കുമാറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ, സഹോദരി, അച്ഛൻ എന്ന് അവരുടെ കുടുംബത്തിലുള്ളവരാണ് ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ ഈ നമ്മുടെ ഒരു ജനപ്രതിനിധിയായിരിക്കാൻ യോഗ്യനല്ല. ഒരു കാര്യം കൂടി ഞാൻ അടിവരായിട്ട് പറയുന്നു, ഞാൻ പ്രപഞ്ചശക്തിയിൽ കർമ്മഫലത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗണേഷ് കുമാറിൻ്റെ അവസാനം ഇതുപോലെ തന്നെയായിരിക്കും. കാരണം ആർക്കുമില്ലാതെ, ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ഒരുപക്ഷെ അവസാന നാളുകളിൽ ജയിലിൽ പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഇപ്പോഴും കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗണേഷ് കുമാർ പത്തനാപുരം മണ്ഡലത്തിൽ നിന്ന് മാറിയാൽ ഈ ബ്രാക്കറ്റ് പാർട്ടിയിൽ അണികൾ പോലും അയാളോടൊപ്പം ഗൂഢാലോചനയാണെന്നുള്ള കേസ് അതാണ് ഞാൻ പറഞ്ഞത്. ജയിലിൽ പോകേണ്ടി വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ചെയ്ത കർമ്മഫലം അനുഭവിച്ചേ പറ്റൂ. അവിടെ ഇനിയിപ്പോൾ ആരൊക്കെ സംരക്ഷിച്ചു പിടിച്ചാലും രക്ഷപ്പെടാൻ കഴിയില്ല. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, പിണറായി വിജയൻ എന്ന കേരളം കണ്ട ഏറ്റവും ജനങ്ങൾ വെറുക്കുന്ന അഹങ്കാരത്തിൻ്റെയും താൻപോരിമയുടെയും ഒരു അവസാന വാക്കായ പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ കാണുന്നത്. കേരളത്തിലെ പൊതുസമൂഹം ഇത് വിലയിരുത്തുക. നമുക്ക് വരുന്ന സുവർണാവസരമാണ് 1.5 മാസം കൂടി കഴിയുമ്പോൾ വോട്ട് ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മൾ പാഠം പഠിപ്പിക്കണം. കാരണം കഴിഞ്ഞ 10 വർഷമായി ഈ കിരാത ഭരണം നടക്കുമ്പോൾ മറ്റൊരാൾ ചെയ്യുമ്പോൾ ഒരു തരത്തിലുള്ള നീതി, ആ കുറ്റകൃത്യം എനിക്ക് ചെയ്യാം എന്നുള്ള ധാരണ ഒരിക്കലും ശരിയല്ല. ഇതിന് മറുപടി കൊടുക്കേണ്ടത് കേരളത്തിലെ ജനങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം.